മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അപ്പോൾ മുഖ്യമന്ത്രി ഓർക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് എന്റെ സംസ്ഥാനത്തെ ഒരു ജില്ലയാണ് എന്ന് പോലും അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം പാകിസ്ഥാനെ കുറിച്ച് പറയുന്ന പോലെ, അദ്ദേഹം ഒരു ഇന്ത്യയുടെ ഒരു ശത്രു രാഷ്ട്രത്തെ കുറിച്ച് പറയുന്ന പോലെ മലപ്പുറം ജില്ലയെ കുറിച്ച് സംസാരിച്ചു. അതൊരു വെടിമരുന്ന് തുടങ്ങുകയായിരുന്നു. ആദ്യത്തെ വെടി മുഖ്യമന്ത്രിയാണ് പൊട്ടിച്ചത്. ആ മുഖ്യമന്ത്രിയുടെ വെടിക്കെട്ടിന് പുറകെയാണ് മന്ത്രിമാർ കൊട്ടേഷൻ ഏറ്റെടുത്തത്, മുന്നണി നേതാക്കന്മാർ കൊട്ടേഷൻ ഏറ്റെടുത്തത്. എന്താണ് സജി ചെറിയാൻ എന്ന മന്ത്രി പറഞ്ഞത്? അദ്ദേഹം സാംസ്കാരിക മന്ത്രിയാണെന്നുള്ള ഏറ്റവും വലിയ കോമഡി. ഒരു സാംസ്കാരിക മന്ത്രിക്ക് ഇത്തിരിയെങ്കിലും സംസ്കാരം ഉണ്ടാവണ്ടേ? ഏറ്റവും വലിയ കോമഡിയാണ്. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറയുന്നു, സാംസ്കാരിക മന്ത്രി പറയുന്ന കാര്യം, നിങ്ങൾ ജയിച്ചവരുടെ ജാതി നോക്കൂ, പേര് നോക്കൂ. അല്ലേ? ഇപ്പൊ പേരെന്നെ തിരിയൂല. സജി ചെറിയാൻ പറയാണ്, സാംസ്കാരിക മന്ത്രി. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അഭിവന്ദ്യനായ നേതാവ്, കേരളത്തിന്റെ പ്രിയങ്കരനായ നായകൻ, പുതുയുഗ പിറവിക്ക് വേണ്ടി അത്യുത്സാഹത്തോടെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇവിടെ എത്തുകയാണ്. ഞാൻ ഈ വാക്കുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സജി ചെറിയാന്റെ ഭാഷ, ആർക്ക് വേണ്ടിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത്? എ.കെ. ബാലൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഈ കേരളത്തിലെ മന്ത്രിമാരെ കൊണ്ട് നിങ്ങൾ മാറി മാറി ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അതൊന്നും തള്ളിക്കളഞ്ഞില്ല. എല്ലാം പറഞ്ഞ് പിന്നെ മാപ്പ് പറയുകയാണ്. അപ്പൊ തെറ്റാണെന്ന ബോധ്യം നിങ്ങളുടെ പാർട്ടിക്കകത്ത് വരെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഇതൊരു ജനങ്ങളുടെ പോരാട്ടമാണ്. ഇത് UDFന്റെ മാത്രം ജാഥയല്ല. ഇത് UDFന്റെ പ്രിയപ്പെട്ട നേതാവ്, നമ്മളുടെ പ്രിയങ്കരനായ ശ്രീ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മാത്രം ജാഥയല്ല. ഇത് കേരളത്തിന്റെ മലയാളക്കരയുടെ ഈ നാട് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് 1000 വട്ടം നമുക്ക് പറയാൻ സാധിക്കും. ആ പോരാട്ടത്തിന്റെ പോർമുഖത്താണ് നമ്മളുള്ളത്. ആ പോർമുഖം തീർക്കുന്നത് ധീരനായ നമ്മുടെ നേതാവ്, ആർക്ക് മുമ്പിലും മുട്ടുമടക്കാതെ തന്റെ നിലപാടുകൾ ഏതു തമ്പുരാന്റെ മുമ്പിലും പറയാൻ വളരെ ശക്തമായ നിലപാട്, ഒട്ടും ഭയമില്ലാതെ പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യം എല്ലാവരും ഒന്ന് വഴി ഒഴിവാക്കി കൊടുക്കണം. ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ഈ ജാഥ നായകന്റെ കൂടെ കടന്നു വരികയാണ്. എല്ലാവരും അത്യാഹ്ലാദപൂർവം തോളിലേറ്റിയാണ് ശ്രീ വി.ഡി. സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിലത്തിറക്കാതെ ഈ നേതാവിനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ നമ്മൾ ഉണ്ടാകും, ഈ നാടുണ്ടാകും എന്ന പ്രഖ്യാപനമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നാടിന്റെ വിമോചന പോരാട്ടമാണിത്, ഒരു നാടിന്റെ ധീരമായ പോരാട്ടമാണിത്. ഒരു സുൽത്താന് മുമ്പിലും ഒരു ഭയത്തിനു മുമ്പിലും ഞങ്ങൾ മുട്ടുമടക്കുകയില്ലെന്ന പ്രഖ്യാപനത്തിന്റെ പോരാട്ടത്തിന്റെ നാൾ വഴികളാണ് നമ്മുടെ മുമ്പിൽ വരാനുള്ളത്. ഒരു കാര്യം അവസാനമായി ഞാൻ ഉറപ്പിച്ചു പറയാം, ഐക്യജനാധിപത്യ മുന്നണി 100-ലേറെ സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി 2026 മെയ് മാസം അധികാരമേൽക്കുമെന്ന പ്രഖ്യാപനത്തോടെ പ്രിയപ്പെട്ട വി.ഡിക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. മോശം പ്രസംഗിക്കണം.